വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിറ്റ് 5 ഫീമെയിൽ ഫെറ്റിസൈഡ് ആൻഡ് ഇൻഫാന്റിസൈഡ് എന്നുള്ള പാഠഭാഗമാണ്. ഈ ചാപ്റ്റർ രണ്ട് ഭാഗങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യമായി ഫീമെയിൽ ഫെറ്റിസൈഡിനെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചും അതുപോലെ തന്നെ അതിനുശേഷം ഇൻഫാന്റിസൈഡിനെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുമാണ് ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ആദ്യമായി ഫീമെയിൽ ഫെറ്റിസൈഡിനെ നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്ക് ഏറെ ശ്രദ്ധ ലഭിച്ചെങ്കിലും എങ്കിൽ കൂടി ധാരാളം വയലൻസ് ഒക്കെ പുതിയതായിട്ടുള്ള രീതിയിൽ അവർ നേരിടേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾ ഫീമെയിൽ ഫെറ്റിസൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു കുട്ടി അവരുടെ ലിംഗം അനുസൃതമാക്കിയിട്ട് ആ കുട്ടിയുടെ ലിംഗത്തിന്റെ കാരണത്താൽ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫീമെയിൽ ഫെറ്റിസൈഡ് എന്ന് പറയുന്നത്. ഇത് ധാരാളം ഈ ഒരു സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട് എന്നാണ് വാസ്തവം. അതുപോലെ തന്നെ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത്. അവർക്ക് സാമ്പത്തികമായിട്ട് ധാരാളം പ്രയാസമൊക്കെ ഉണ്ട്. ഈ കുട്ടീനെ നോക്കാനുള്ള പ്രാപ്തിയൊന്നും ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഫീമെയിൽ ഫെറ്റിസൈഡിലേക്ക് നയിക്കാമെന്നാണ്. അതുപോലെ തന്നെ ധാരാളം റിപ്പോർട്ടുകൾ പ്രകാരം അഥവാ എഡ്യൂക്കേഷനിൽ ഉള്ളവരിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് എഡ്യൂക്കേഷൻ ധാരാളം ഉള്ള ആളുകളിലാണ് ഇത്തരം ചെയ്തികൾ ഉണ്ടാവുന്നത് എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ റിപ്പോർട്ടായ 2014 റിപ്പോർട്ട് പ്രകാരം ഈ ഫീമെയിൽ എന്നുള്ള വിഭാഗം മെയിൽ എന്ന വിഭാഗത്തേക്കാൾ ധാരാളം കുറവാണ് എന്നതാണ്. അഥവാ ഈ സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ ഇത്തരം ചെയ്തികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് വാസ്തവം. ആദ്യമായിട്ട് നമുക്ക് ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് പാട്രിയാർക്കി. ഒരു ആണിന്റെ ലീഡർഷിപ്പിൽ ഒരു ഫാമിലി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അധികമുള്ള ഫാമിലിയും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടാവുക. പാട്രിയാർക്കൽ മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടാവുക. കാരണം ഈ ആണുങ്ങളാണ് ഈ കുടുംബനാഥൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികളേക്കാൾ മുൻതൂക്കം പ്രിഫറൻസ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും മോക്ഷ കിട്ടാൻ വേണ്ടി ഇത്തരം ചെയ്തികൾ ചെയ്യുന്നതായിട്ട്, അഥവാ അവരുടെ ആത്മാവിന് മോക്ഷ കിട്ടാൻ ഇത്തരം ചെയ്തികൾ ചെയ്യുന്നതായിട്ട് കാണാം. ആൺകുട്ടി ഉണ്ടായെങ്കിലേ അവർക്ക് മോക്ഷ കിട്ടൂ എന്നുള്ളൊരു കൺസെപ്റ്റ്, റിലീജിയസ് മൈത്ത് അവരിൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത്തരം ചെയ്തികളൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കെയർ, അഫെക്ഷൻ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഒക്കെ ഗേൾസിന് പെൺകുട്ടികൾക്ക് താരതമ്യേന കുറവായിരുന്നു. ആൺകുട്ടികളേക്കാൾ പെൺകുട്ടികൾക്ക് ലഭിച്ചിരുന്ന താരതമ്യേന കുറവായിരുന്നു എന്നതും ഇതിനൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഗേൾസ് ബീങ് സെന്റ് അവേ ടു ഹൗസ് ഹോൾഡ്സ്, അഥവാ ഗൃഹജോലിക്ക്, വീട്ടിലെ ജോലികൾക്ക് മാത്രമായിട്ട് പെണ്ണുങ്ങളെ മാറ്റി നിർത്തപ്പെട്ടതും ഇതിനൊരു കാരണമായി എന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടു നടപ്പ് മാരേജിന് ശേഷം ഗേൾസിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം പ്രാധാന്യം കുറഞ്ഞു എന്നതും വാസ്തവമാണ്. അതുപോലെ തന്നെ ഹൈ പേയിങ് ജോബ്സിലൊക്കെ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന ധാരാളം ഒരു റയറായ സംഭവമായിരുന്നു. അതുപോലെ തന്നെ 69% ആളുകൾ റൂറൽ ഏരിയയിലാണ് താമസിക്കുന്നത് എന്നാണ് 2015 സെൻസസ് പ്രകാരം. അതുപോലെ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഭാരമാണ് ഫാമിലിക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത്. കാരണം അവർക്ക് കൃത്യമായ രീതിയിൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടൂല. അത്തരം കാരണങ്ങളൊക്കെ ഇതിനെ കൃത്യമായി ബാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഈ ഒരു മൈൻഡ് സെറ്റ് ന്യൂക്ലിയർ ഫാമിലി വന്നതോടുകൂടി തകരുന്നു എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് ഡിഫിക്കൽറ്റി ടു ചാർജ് കൾപ്രിറ്റ്, അഥവാ പ്രതിയെ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരം ചെയ്തികൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. എത്രത്തോളം ടെക്നോളജികൾ വളർന്നെങ്കിലും ആരിലേക്കാണ് ഈ കുറ്റം ആരെയാണ് ഈ പ്രതി എന്നതിൽ നിർണ്ണയിക്കുന്നതിൽ
ഒരു വീഴ്ച വരുത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം. അഥവാ ഓൽക്ക് ഒരു പാരന്റ്സ് അവരുടെ കുട്ടിയെ ഇല്ലാതാക്കിയത് അവരുടേതായിട്ടുള്ള ഇഷ്ടപ്രകാരമാണോ അറിഞ്ഞിട്ടോ അറിയാതെയോ എന്നുള്ളൊരു ഇതിൽ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ആരെ കുറ്റം ചെയ്തതായിട്ട് പരിഗണിക്കണമെന്ന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടിയുടെ മദർ ആയിരിക്കില്ല ഈ ഒരു അബോർഷന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്, മറിച്ച് അവരുടെ ഭർത്താവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മദർ എന്നുള്ളത് ഒരിക്കലും കോടതിയിൽ ഞാനാണ് ഇത്തരം ചെയ്തത് എന്നൊരിക്കലും സമ്മതിക്കുകയില്ല എന്നത് വാസ്തവമാണ്. എന്നിരുന്നാൽ കൂടി ഇങ്ങനെ ഒരു ചെയ്തി ഉണ്ടായിട്ടും ആ റിലേഷൻഷിപ്പ് തുടർന്നു പോവുക എന്നുള്ളത് ഒരു ഏഹ്, മോശം പ്രക്രിയയാണ് എന്നതും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതിന് നാലാമതായിട്ട് ടെക്നോളജിക്കൽ മിസ്യൂസ് അഥവാ മെഡിക്കൽ ഇൻവെസ്റ്റ്മെന്റ്സും ആംനി ആംനിയോസെന്റസിസ് അതുപോലെ തന്നെ അൾട്രാസോണോഗ്രഫി ഒക്കെ പ്രധാനമായിട്ടും ഈ കാലത്തുണ്ടായിട്ടുള്ള മെഡിക്കൽ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷെ ഈ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ ഇത് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഇതിലൂടെ നമുക്ക് ആണാണോ പെണ്ണാണോ ഗർഭത്തിലുള്ളത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് പെണ്ണാണെങ്കിൽ അപ്പൊ അബോർഷൻ ചെയ്ത് കളയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. മുംബൈയില് ഡേസ് എന്ന് പറഞ്ഞ ഒരാള് 1988 ഒരു സർവേ നടത്തുന്നുണ്ട്. ഇതില് 16,000 അബോർഷൻസ് 1984-85 ഉണ്ടായത് സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റിന് ശേഷമാണ് എന്നതും ഇതിനെ വാസ്തവമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100% ഇത്തരം ചെയ്തികളും ഗേൾസിന്റെ മേലായിരുന്നു. അഥവാ പെൺകുട്ടിയെ അബോർഷൻ ചെയ്യുന്നൊരു സിസ്റ്റമാണ് എല്ലാവരും സ്വീകരിച്ചു പോരുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇൻഅഡക്വേറ്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ലോസ് അഥവാ നിയമങ്ങൾ കൃത്യമല്ലാത്ത രീതിയിൽ നടപ്പിലായതും ഇതിനൊരു പ്രശ്നമാണ്. കാരണം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നപ്പോൾ പ്രധാനമായിട്ടും ഈ സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന നിലയ്ക്കായിരുന്നു. പക്ഷെ എങ്കിൽ കൂടി ഫോഴ്സ്ഫുള്ളി ആയിട്ട് അഥവാ നിർബന്ധിതപൂർവ്വം റേപ്പിലൂടെയൊക്കെ പ്രഗ്നൻസി ആവുമ്പോൾ ഈ സ്ത്രീക്ക് അത് അബോർഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു എന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി പരിണത ഫലങ്ങൾ കോൺസിക്വൻസസ് ഓഫ് ഫീമെയിൽ ഫെറ്റിസൈഡ് ആണ്. പ്രധാനമായിട്ട് സ്ക്യൂഡ് സെക്സ് റേഷ്യോ എന്നുള്ളതാണ്. അഥവാ പെണ്ണുങ്ങളെക്കാളും ആണുങ്ങൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നമ്മൾ ഇതിലൂടെ കാണാൻ സാധിക്കും. ഇതില് 2011 സെൻസസ് പ്രകാരം 1000 ആണുങ്ങൾക്ക് 914 പെണ്ണുങ്ങളെ ഉണ്ടാവുന്നുള്ളൂ എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2014-15 ഇയറിൽ 19 പോയിന്റ്സ് വരെ ചൈൽഡ് സെക്സ് റേഷ്യോ അതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2014-15 അതുപോലെ തന്നെ 2020-21 ഇടയിൽ അത് 14 ഉള്ളത് 918 വരെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മിസ്സിംഗ് ഗേൾസ് ഓർ മിസ്സിംഗ് വുമൺ അഥവാ സ്ത്രീകളുടെ ലഭ്യതക്കുറവ്. അഥവാ മാരേജിന്റെ വിഷയത്തിലേക്ക് കല്യാണത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടാണുങ്ങളൊക്കെ ഒരേ ഭാര്യയെ ഒരേ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരിക്കലും ഷെയർഡ് ആയിട്ടുള്ള ഭാര്യമാരെ പങ്കുള്ള രണ്ടാളുടെ ഇടയിൽ പങ്കുള്ള ഭാര്യമാരെ ഒരിക്കലും ഒരു പുരുഷൻ താല്പര്യപ്പെടുന്നില്ല എന്നതും വസ്തുതയാണ്. അതുപോലെ മാരേജ് സ്ക്വീസ് എന്ന സംഭവമാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. അഥവാ നമ്മുടെ നാട്ടിൽ നടപ്പ് പ്രകാരം 3 മുതൽ 5 വർഷം വരെ ഇളയതായിരിക്കും പെണ്ണുങ്ങള്. അപ്പൊ കൃത്യമായ രീതിയിൽ ആണുങ്ങളുടെ കണക്കനുസരിച്ച് പെണ്ണുങ്ങളെ കിട്ടാത്തൊരവസ്ഥ നമുക്ക് സമുദായത്തിൽ കാണാൻ സാധിക്കും. അഥവാ ആണുങ്ങളെക്കാളും പെണ്ണുങ്ങള് ഇല്ലാത്തതിനാൽ അവരുടേതായിട്ടുള്ള സ്റ്റേജിൽ അവരുടേതായിട്ടുള്ള ബാച്ചിൽ നിന്നും
കല്യാണം കഴിക്കാത്തൊരവസ്ഥ വരുമ്പോൾ അടുത്തൊരു ബാച്ചിൽ നിന്നായിരിക്കണം അവര് കല്യാണം കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഫെർട്ടിലിറ്റി ഉൽപാദനത്തില് വലിയതായിട്ടുള്ള ഡിക്ലൈനും കാരണമായി എന്നും നമുക്ക് കാണാം. അത്തരം സംഭവങ്ങളൊക്കെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തികളൊക്കെ ചെയ്യാൻ അവര് പ്രേരിപ്പിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ മറ്റുള്ള ഏരിയകളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നു. ഇതിനെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നും പറയും. അതുപോലെ തന്നെ ഫോഴ്സൽ മാരേജസിലേക്കൊക്കെ ഇത് നയിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ അധികവും ഹെൽത്ത് ഇൻഷുറൻസിന് ആശ്രിതരല്ല എന്നതാണ്. അതുപോലെ തന്നെ അബോർഷന് അഥവാ കുട്ടികളെ കൊല്ലുന്നത് ഒരിക്കലും അധിക കേസുകൾ ലീഗൽ അല്ല എന്നതും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്ട്രി കൗണ്ടർ പ്രകാരം അബോർഷന് കൃത്യമല്ലാത്തതിനാൽ ഓരോ ദിവസവും 10 സ്ത്രീകൾ വരെ മരിക്കുന്നുണ്ട് എന്നതും ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാളും സ്ത്രീകൾക്കെതിരെ സെക്സ്വൽ ആയിട്ടുള്ള വയലൻസ് ഉണ്ടാവാനും ഇത് കാരണമാകുന്നു എന്നതും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പാട്രിയാർക്കിയുള്ള മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അവരുടെ രക്ഷാകർത്താക്കള് അവർ കൃത്യമായ രീതിയിൽ പൂർണ്ണ സപ്പോർട്ട് അവർക്ക് നൽകണം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഓരോ സ്ത്രീകളും. അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് അവർക്ക് നൽകുക. അതുപോലെ തന്നെ അവരുടെ എത്തിക്കലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർക്ക് എന്തൊക്കെ അവരെ നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിലേക്ക് നയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ പേഴ്സണൽ സ്പേസിലേക്ക് ധാരാളം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കണ്ടന്റ് ഒക്കെ നമ്മളെ പറഞ്ഞ് അവരെ പറ്റിക്കുന്ന നിലക്ക് നമ്മൾ കണ്ടുപോരുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരം പ്രിന്റ് മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ ന്യൂസ് ചാനൽസ് ഒക്കെ അവരുടേതായ ഇത്തരം പ്രശ്നങ്ങള് വീക്ക്ലി ആയിട്ടോ മന്ത്ലി ഒക്കെ ആയിട്ട് സമൂഹത്തെ ഉത്ബോധിപ്പിക്കണം എന്നതും ഇതിന് പരിഹാരമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ആവശ്യക്കാർക്ക് വേണ്ടി ചെ- ഓരോ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ അവരെ സമൂഹത്തിൽ കാണാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 18 വർഷത്തിന് ശേഷം ഒരു പെൺകുട്ടി ജീവിക്കുകയാണെങ്കിൽ അവർക്കൊരു 1800 ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് കൊടുക്കുക എന്നതും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനൊക്കെ പാടുള്ള സമ്മതിയായ തുക ആണ് താഴെയുള്ളത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്. ഇത് പ്രധാനമായിട്ടും പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടി ഒരു ഒരു വിഭാഗത്തെ കൊല്ലുന്ന ഒരു അവസ്ഥക്കാണ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്ന് പറയാം. പ്രധാനമായിട്ട് ഇത് സ്ത്രീകളിലാണ് ചെറിയ സ്ത്രീകളിലാണ് കാണപ്പെടുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിലെ നോർത്തേൺ പാർട്സിൽ അതുപോലെ തന്നെ സൗത്തേൺ പാർട്സിൽ ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ 1000 ആണുങ്ങൾക്ക് 940 പെണ്ണുങ്ങൾ എന്ന നിലയ്ക്ക് വരെ സെക്സ് റേഷ്യോ താഴുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും 5 കൺസെപ്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അതുമായിട്ട് നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് കാലത്താണ് ആദ്യമായിട്ടുള്ള ഒരു ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്ന് ചെയ്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.
ജോനാഥൻ എങ്ങനെ എന്ന് പറഞ്ഞ പരാമർശമുള്ള അദ്ദേഹം 1789 ഇന്ത്യയിൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് രജപുത് ഫാമിലിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ 1820-കളിൽ എൽഫിൻസ്റ്റോൺ എന്ന അദ്ദേഹം ബോംബെയിലെ ഗവർണറായ സമയത്ത് ഒരു ഇൻഫാന്റിസൈഡ് ഫണ്ട് എന്ന നിലയ്ക്ക് ഒരു ഫണ്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇൻഫാന്റിസൈഡ് റെഗുലേഷൻ ആക്ട്, അല്ലെങ്കിൽ ദ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ബില്ല്. അത് ബ്രിട്ടീഷ് ഭരണകൂടം 1870 കൊണ്ടുവരുന്നുണ്ട്. കൃത്യമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്റ്റർ ഒക്കെ കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനായിരുന്നു ഈ ഒരു ബില്ല് പാസ്സാക്കുന്നത്. പ്രധാനമായിട്ടും ഹയർ കേസിലുള്ള ആളുകളിൽ നിന്നാണ് കാണപ്പെടുന്നത്. ബീഹാറിൽ നിന്നാണ് ഇത് തുടങ്ങപ്പെടുന്നതെന്നും കാണപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു സ്കോളേഴ്സ് പറയുന്നത് ഇത് നോർത്ത് വെസ്റ്റേൺ ഫിനോമിന ആയിട്ടാണ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ പ്രാരംഭം കുറിച്ചത് എന്നതാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് സൗത്ത് ഭാഗങ്ങളിലേക്കൊക്കെ ഇത് എത്തിയത് എന്നതും കാണാം. മീഡിയന്റെ ശ്രദ്ധ ഈ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് പറ്റി പിടിക്കുന്നത് 4 ഡീക്കേഡിന് ശേഷമാണ്, 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് പ്രമലായി കല്യാൺ എന്ന കേസ് ഗ്രൂപ്പ് ആയിരുന്നു, അവിടെ നിന്നായിരുന്നു ഇത്തരം ചെയ്തികൾ ഉണ്ടായത്. പ്രധാനമായിട്ട് നമ്മൾ ഫീമെയിൽ ഇൻഫാന്റിസൈഡിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ലാക്ക് ഓഫ് ആക്സസ് ടു മെഡിക്കൽ ഫെസിലിറ്റീസ്. മുമ്പ് പറഞ്ഞ പോലെ കൃത്യമായ രീതിയിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാവർക്കും ലഭ്യത കുറവ് കാരണത്താലാണ് ഇത്തരം ചെയ്തികൾക്ക് ആളുകൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ തന്നെ ധാരാളം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ സൊസൈറ്റികളിലേക്ക്, കാസ്റ്റ് ഗ്രൂപ്പിലൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ധാരാളം ഇൻഫാന്റിസൈഡ് നടന്നു പോരുന്നു എന്നതും വാസ്തവമാണ്. അതുപോലെ തന്നെ ഇന്റർവെൻഷൻ ഓഫ് ദി ഡൗറി സിസ്റ്റം, സ്ത്രീധന സിസ്റ്റം. സ്ത്രീധനം കൊടുക്കും സ്ത്രീധനം കൊടുക്കുമ്പോൾ ധാരാളം ഫാമിലികൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് കാണാം. പ്രധാനമായിട്ടും എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ സൊസൈറ്റികളിൽ ഇത്തരം സ്ത്രീധനങ്ങളൊക്കെ കടം മേടിച്ച് വരെ കൊടുക്കുന്നു ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവര് പ്രധാനമായിട്ടും ഒരു ഫാമിലിയിൽ ഒരു പെണ്ണിനേക്കാൾ അധികം വെക്കുന്നത് വളരെയധികം പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ചെയ്തി ചെയ്യേണ്ടി വരുന്നു. പ്രധാനമായിട്ട് നമ്മളൊരു ഹസ്ബൻഡിനെ വീട്ടിലേക്ക് ധാരാളം പണമായിട്ടും അതുപോലെ തന്നെ ഫർണിച്ചർ, ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഒക്കെ ആയിരിക്കണം വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാക്ടീസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സിനെ മകളെ ഓരോ ഫാമിലിയും ഉണ്ടാക്കുന്നതിൽ പരിമിതപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു അമിത ഭാരമായിട്ടായിരുന്നു ഒരു പെൺകുട്ടി ഒരു ഫാമിലിയിൽ ഉണ്ടായാൽ പാരന്റ്സ് റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട്. പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആന്തരികമായിട്ട് ഫാമിലി വൈസ് വരെ ഇത്തരം ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് ഇത് വളരെയധികം വേദനാജനകമായിട്ട് ഉള്ള ഒരു സംഭവമാണ്, കാര്യമാണ്. കാരണം ധാരാളം അതിനു പറ്റിയുള്ള ഫൈനാൻസ് ഒക്കെ താഴെ കാണുന്നുണ്ട്. റയറസ്റ്റ് ആയിട്ടുള്ള സംഭവം ജോർജ് 1997 അദ്ദേഹം പറയുന്നത് ഒരു അമ്മ തന്റെ കുട്ടിയെ കൊല്ലുന്നത് അവൾ വേറൊരു ഹസ്ബൻഡിനെ കെട്ടാതിരിക്കാൻ, വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊന്നതെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. തന്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ആ കുട്ടിയെ ആ അമ്മ കൊല്ലുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഫിയർ ഇൻഹെറന്റ് ഇൻ വുമൺ. ചില വീട്ടമ്മമാര് അവരുടേതായിട്ടുള്ള കുടുംബത്തിലുള്ള വഴക്ക് പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യാതെ ജീവിതം മതിയാക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അവര് മനസ്സിലാക്കുന്നത് അവരുടേതായിട്ടുള്ള കണ്ടിന്യൂസ് ലൈഫിലെ ഇത്തരം ക്രൂരകൃത്യങ്ങളൊക്കെ അവര് നേരിടേണ്ടി വരും എന്നാണ്.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പോവർട്ടി എന്നുള്ളത്, ദാരിദ്ര്യം. ഹാരിസ് ഫെയ്റ്റ് 1997 അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇതിലുള്ള ഒരു പ്രശ്നം പോവർട്ടിയാണ്, അഥവാ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ദൗരി സിസ്റ്റം. സ്ത്രീധനം കൊടുക്കേണ്ടി വരുമ്പോൾ ധാരാളം ഫണ്ട് ബോറോ ചെയ്യേണ്ടി വരും, മറ്റുള്ളവരിൽ നിന്ന് കടം എടുക്കേണ്ടി വരും. അത് കടം കൊടുക്കാൻ വയ്യാതെ ഒരവസ്ഥ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ചെയ്തികളിലേക്ക് അവർ മുന്നിട്ട് വരാൻ കാരണമാകുന്നു. അതുപോലെ തന്നെ അന്ധവിശ്വാസം, സൂപ്പർ സ്റ്റിഷൻ അഥവാ പർട്ടിക്കുലർ ആയിട്ടുള്ള കാസ്റ്റോ ട്രൈബൽ ഗ്രൂപ്പ്സോ ഒക്കെ ധാരാളം അത്തരം ചെയ്തികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരിലേക്ക് ഏറ്റവും അനുയോജ്യമായത് ഒരു ആൺകുട്ടിയാണെന്ന നിലക്കായിരുന്നു അവരുടെ ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അവര് മുൻകൂട്ടി കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഓർഡർ ഓഫ് ബർത്ത്, അഥവാ ആദ്യത്തെ കുട്ടി ഒരു ഗേൾ ആണെങ്കിൽ പിന്നെയുള്ള കുട്ടി ഒരു സ്ത്രീ ആണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ അവരെ കൊല്ലുന്നൊരു സംഭവം നാട്ടു നടപ്പ് ധാരാളം സൊസൈറ്റിയിൽ കാണപ്പെടുന്നു എന്നതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അത്തരം രണ്ടാമതൊരു പെൺകുട്ടിയെ ആവശ്യമില്ലാത്ത നിലക്കാണ് അവര് കരുതി വെക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരം ടൈപ്സ് ഓഫ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, അതുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫാന്റിസൈഡ്സ് 1997 ചുഗാർ എന്ന അദ്ദേഹം ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റഡിയിലെ ആകെത്തുക റിസൾട്ട് നോക്കുമ്പോൾ പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഇൻഫാൻസ് അഥവാ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം ഹയർ ലെവല് ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ സ്വന്തം മകളെ 33ഓളം ഡെത്തുകള് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കൊന്നതായിട്ട്. അതുപോലെ തന്നെ ഇനി മറ്റൊരു ഇൻഫാൻസ് ആണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫാൻറ്റിസൈഡ്സ്, ശിശുഹത്യ. ചില അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനിച്ച ഉടനെ ചിലര് കുട്ടിയെ കൊല്ലാതെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വഴി തുറക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പൈൻഫുൾ ആയിട്ട് ഡെത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും രോഗമായിട്ട് കൊണ്ടുപോകുമ്പോൾ കൃത്യമായ രീതിയിൽ അവരെ പരിഗണിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ സൊസൈറ്റികൾ ഒരു രോഗം വരുമ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ അതിന് ചികിത്സ കൊടുക്കാൻ സാധിക്കാറില്ല. അതും ഈ ഒരു കുറ്റകൃത്യത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ലീഗൽ പ്രൊവിഷൻസ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, എങ്ങനെയൊക്കെ ഇതിനെ തടയാം, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും മിഡ്വൈഫ്, പ്രസവ സമയങ്ങളിൽ ഈ കുട്ടിയെ പരിപാലിക്കാൻ വരുന്ന സ്ത്രീകൾ കൃത്യമായ രീതിയിൽ ഈ ഒരു സംഭവം ഉണ്ടായാൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം എന്നുള്ളതാണ്. അത്തരം ചെയ്തികൾ ചെയ്തുകൊണ്ട് ഈ ഒരു കുറ്റകൃത്യത്തെ പാടെ ഇല്ലാതാക്കാൻ, സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ അത്തരം ആളുകൾ മുന്നിട്ട് വരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മള് ഡെലിവറിയുടെ സമയത്ത് കൃത്യമായ രീതിയിൽ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്തി അതുപോലെ തന്നെ ഫൈൻ ഒക്കെ ആയുള്ള അവസ്ഥയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് കുറച്ച് തിരിച്ച് ബാക്കിലേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അത്തരം കൊല്ലുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. വളരെ നിഗൂഢമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആ പെൺകുട്ടി മരിച്ചു എന്ന് റിപ്പോർട്ടുകൾ കാണാം. അതുപോലെ തന്നെ ലോക്കൽ സൂപ്പർസ്റ്റിഷൻസ്, അഥവാ പെൺകുട്ടിയെ കൊന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്ന നിലക്കുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മളെ സമൂഹത്തിൽ നിന്നും പാടെ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ സഡൻ ഡിസപ്പിയറൻസ്, അഥവാ ഡെലിവറിയുടെ സമയത്ത് കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ പാരന്റ്സ് ഒക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാം. ഡിസ്ചാർജ് ആയി പോകും. അത് അതിനുശേഷം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ കാരണം, കോസ് കാരണം കുട്ടി മരിച്ചതായിട്ട് അവര് റിപ്പോർട്ട് വരുന്നു. തമിഴ്നാട്ടിലെ റിപ്പോർട്ട് പ്രകാരം 80% പാരന്റ്സും ഇത്തരം ഡെലിവറിക്ക് ശേഷം പുറത്തു പോയിട്ട് ഇൻഫാന്റിസൈഡിന് അർഹരായിട്ടുണ്ട് എന്ന്, അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പ്രകാരം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
അതിന്റെ അതോറിറ്റികള് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് നൽകണം. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തൊട്ടൊക്കെ സമൂഹത്തിന് മേലെ അവയർനെസ് കൊടുക്കുകയും വേണമെന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കൃത്യമായ രീതിയിൽ എഡ്യൂക്കേഷൻസ് ഫാമിലീസിന് എഡ്യൂക്കേഷൻസ് അതുപോലെ തന്നെ മൊത്തത്തില് സൊസൈറ്റി സമൂഹത്തിനും നൽകണമെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.